അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. ഇന്ന് നമ്മൾ ഗ്രേറ്റഡ് ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് പോള രണ്ട് വിധത്തിൽ ചെയ്യാറുണ്ട്. പുഴുങ്ങിയിട്ട് നമ്മൾ ചെയ്യും, പക്ഷേ ഗ്രേറ്റ് ചെയ്തതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ക്യാരറ്റ് തന്നെയാണ്. അതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കുക. ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കാം. ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നമുക്ക് ഇപ്പോഴേ ചെയ്ത് വെക്കാം. ഇനി സെയിം നെയ്യിൽ തന്നെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ പച്ചമണം പൂർണ്ണമായിട്ട് മാറി നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇത് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് വിളയിച്ചിട്ടെടുക്കണം, നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കാടമ്പം പൗഡറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡറില്ലേ, അതും ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് പിന്നെ ഒരു നുള്ളുപ്പ്, അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളയുടെ മിക്സ്ചർ റെഡിയായി. ഇനി ഇതിനെ നമുക്ക് ചുട്ടെടുക്കലാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഗീ തടവി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പോളയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ മേലിലേക്ക് വിതറിയിട്ട് ഇതിനെ നമുക്ക് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ വേവിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ എന്തായാലും റെഡി ആയിട്ട് വരും. എനിക്കൊരു 12 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുള്ളിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സ്ക്യൂറിലൊന്നും ഒന്നും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി ഞാൻ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പോള വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിഡ്സിനും അഡൽസിനും ഒരുപോലെ ഇഷ്ടാവും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.